ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സീരിയലിൽ കല്യാണമേള നടക്കുകയാണല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ ആൽബിയെ കൊല്ലാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം രാഹുൽ അവിടെ ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പുറത്തെ കുറച്ച് ഭ്രാന്തൊക്കെ അഭിനയിച്ചിട്ടാണെങ്കിലും അവനെയും അവന്റെ ആ ഒരു ബന്ധുക്കാരെയും ഒക്കെ തീർക്കണം എന്നത് തന്നെയാണ് നമ്മുടെ രാഹുലിന്റെ ഒരേ ഒരു ഉദ്ദേശം. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ സംഘത്തെ തന്നെ ഏർപ്പാടാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സോണിയാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ആൽബിയെ നല്ല രീതിയിൽ ഒരുക്കി അവന്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടി അവനെ ഇറക്കി കൊണ്ടുവരികയാണ്. അപ്പം കാറിനകത്താണല്ലോ ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവർ ആ ഒരു കാർ എടുത്ത് ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രാഹുലിനെയാണ്. അപ്പൊ രാഹുലാണെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കുക. അപ്പം ആപ്പിൾ കട്ട് ചെയ്യുന്ന ആ ഒരു കത്തി കാണുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മുടെ മനോഹരം പറയാണ്, അതെ അച്ഛൻ്റെ കാര്യമായതുകൊണ്ട് പറയാനൊന്നും പറ്റില്ല, ഒരു പക്ഷെ ഇത് വെച്ച് നമ്മളെ ആർക്കിട്ടെങ്കിലും കുത്തിയാലോ എന്നുള്ളൊരു കാര്യം ഇവൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും കുത്തുവട കുത്തും, നിന്നെ ഞാൻ കുത്തിക്കൊല്ലും, ഒരു ദിവസം ഇതിനെക്കാട്ടിലും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു കത്തി എൻ്റെ കയ്യിൽ കിട്ടും, അന്നേരം അത് നിന്റെ ചങ്കിനും തന്നെ ഞാൻ തറയ്ക്കൂ എന്നുള്ള കാര്യം പറയുക രാഹുല്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ചാരിയും സരയും വന്നിട്ട് പറയുന്നുണ്ട്, അതെ വട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോണം, ദേ ഭ്രാന്താശുപത്രിയിൽ ഞങ്ങൾ കൊണ്ട് ആക്കണ്ട എന്നുണ്ടെങ്കിൽ മര്യാദ കടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണോ എന്നുള്ള കാര്യം ചാരി രാഹുലിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പോഴോ രാഹുൽ പറയുന്നുണ്ട്, ഇത് അധികകാലം മുന്നോട്ട് പോവില്ല, നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെയൊക്കെ പറയുന്നത്, അത് നിങ്ങളുടെ മോളുടെ ഭർത്താവല്ലേ, പിന്നെ അവനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി, എപ്പോഴെങ്കിലും നിങ്ങൾ അവനോട് സ്നേഹത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചാരി ചോദിക്കുമ്പം സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ പറ്റിയൊരു മുതല്, എന്തായാലും എനിക്ക് സത്യങ്ങളെല്ലാം അറിയാമെന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും, എടിതേ സരയും നിന്റെ അച്ഛൻ്റെ ഈ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല, നമുക്ക് അടുത്ത ദിവസം തന്നെ അമേരിക്കയ്ക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കണമെന്നൊക്കെയുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ നമ്മുടെ വധുവിനെ കണ്ടിട്ട് നമ്മുടെ ദീപ ഉണ്ടല്ലോ, അപ്പൊ ദീപ പറയുന്നുണ്ട്, മോളെ നീ ഇത്രയും സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ച അത് വിക്രമും പ്രകാശനും കൂടി കാണേണ്ട കാഴ്ചയായിരുന്നു, നീ എന്തിനാ അവരെ വിളിക്കാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്, കല്യാണത്തിന്റെ തലേ ദിവസം കൂടി വിക്രം പോയി ആൽബിയെ കണ്ടിരുന്നു, ആൽബിയോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവന്റെ മുഖം അടിച്ച് പരത്താനേ തോന്നുള്ളൂ എന്നുള്ള കാര്യം പറയുക. സോണി ഇതൊക്കെ പറയുമ്പം ദീപ പ്രസവിച്ച മകനാണെങ്കിൽ കൂടിയും ഇതുപോലൊരു കുരുത്തം കെട്ട ചെറുക്കൻ അവള് വേറെ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവനും അവന്റെ അച്ഛനും ഒക്കെ മോളുടെ കല്യാണം കണ്ണ് നിറയെ കാണണം, അവർക്ക് നല്ലൊരു ജീവിതം കിട്ടിയതായിരുന്നു, പക്ഷെ അവന് ജീവിക്കാനായിട്ട് അറിയത്തില്ല, അത് തന്നെയാണ് അവന്റെ ജീവിതത്തിലും അവന്റെ അച്ഛന്റെ ജീവിതത്തിലും സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് എന്നുള്ള കാര്യം പറയുക. അപ്പൊ ഉടനെ തന്നെ കല്യാണി ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കല്യാണി പറയുന്നുണ്ട്, അമ്മേ അവന് കിട്ടാനുള്ളത് കിട്ടും, ശരണ്യ എന്തായാലും ചില്ലറക്കാരിയൊന്നും അല്ല, അവളുടെ അടുത്ത് അവന്റെ കളിയൊന്നും നടക്കുകയൊന്നുമില്ല. അപ്പൊ ശരണ്യ കുറച്ച് സത്യങ്ങളെല്ലാം നമ്മുടെ കല്യാണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കല്യാണി ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ സോണിക്കും അതുപോലെ രൂപയ്ക്കും ദീപയ്ക്കും ഒന്നും ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുമ്പം കിരണും അങ്ങോട്ടേക്ക് നമ്മുടെ സേനനും പാറുക്കുട്ടിയൊക്കെ കൂടി വരിക. അപ്പൊ പാറുവിനെ കണ്ടപ്പോഴത്തേക്കിനും, എൻ്റെ പാറുമോളെ എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ, അതെ എനിക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ, ബൈജു ചേട്ടന് വരാൻ പറ്റിയില്ലല്ലോ, ചേച്ചിയുടെ കല്യാണം കൂടണമെന്നുള്ളത് ബൈജു ചേട്ടന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ചേട്ടന് കുറച്ച് ദിവസമൊക്കെ പിടിക്കുമായിരിക്കും എല്ലാ വയ്യായികയും ഒക്കെ മാറാനായിട്ട്, എന്തായാലും ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും സേനനാണെങ്കിലോ, ഈ കല്യാണം എത്രയും പെട്ടെന്നൊന്ന് നടന്നാൽ മതി, ദേ നിങ്ങൾ എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ എത്രമാത്രം താല്പര്യമെടുത്താണ് വയസ്സായി ഈ അച്ഛൻ്റെ കല്യാണം ഗംഭീരമാക്കിയത്, അതിനെക്കാട്ടിലും ഗംഭീരമാക്കി തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടത്തണം, അച്ഛനത് കാണണം എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പൊ കിരൺ പറയുന്നുണ്ട്, എൻ്റെ കല്യാണത്തിന് വന്നത് മുത്തശ്ശൻ്റെ വേഷത്തിലാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിന് എൻ്റെ അച്ഛനായിട്ട് തന്നെ നിൽക്കണം, അനുഗ്രഹിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുക. മോനെ നിങ്ങൾ എൻ്റെ പൊന്നു മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛൻ ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരൻ പറയുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ രാഹുലിനാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പുറക്കി
അറിയുന്നില്ല കേട്ടോ. അപ്പൊ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ആൽബിയും കൂട്ടരും ഒക്കെ സഞ്ചരിക്കുന്ന വണ്ടിയിലാണല്ലോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് നമ്മുടെ കിരണിന് ഒരു കോള് വരുന്നുണ്ട്. അപ്പം കിരണിന് കോള് വരുന്നത് കൊണ്ട് തന്നെ കിരൺ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആൽബിയെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ ഭാഗ്യത്തിന് അവര് രക്ഷപ്പെടുക കേട്ടോ. എന്തായാലും നമ്മളാരും പ്രതീക്ഷിച്ചതുപോലെ ഒരു മരണത്തിലേക്ക് ആ കല്യാണാഘോഷം നീങ്ങിയില്ല. അപ്പം രാഹുല് ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം രാഹുലിന് തന്നെ വിനയായിട്ട് വരും എന്നുള്ളതൊക്കെ കാണിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ എത്തുകയാണ് സോണി. അപ്പൊ സോണിയാണെങ്കിൽ ചെറുക്കനും കൂട്ടരും ഒക്കെ വരാനായിട്ട് വൈകുന്നത് കാണുമ്പോഴത്തേക്കും സോണിക്കൊരു ടെൻഷനായി. ഈശ്വര, ഇനി എന്താണ് ഇവര് വൈകുന്നത്? അപ്പൊ നമ്മുടെ കിരണിന്റെ കാര്യങ്ങളെല്ലാം അറിയാലോ. അവർ ആ ഒരു വണ്ടിയിൽ നിന്ന് മാറ്റിയത് കൊണ്ട് തന്നെ വേറൊരു വണ്ടി പിടിച്ച് വേണം ഇനി വരാനായിട്ട്. അപ്പം ആരും പ്രതീക്ഷിക്കാത്ത അത്ര ഉള്ളൊരു സംഭവമാണല്ലോ ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സോണി ആഗ്രഹിച്ചതുപോലെ തന്നെ കുറച്ച് വിഷമിച്ചിട്ടാണെങ്കിലും ആൽബിയും കുടുംബവും ആ ഒരു മണ്ഡപത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സേനനും നമ്മുടെ കിരണും എല്ലാവരും കൂടി ചെറുക്കനെയും കൂട്ടരെയും ഒക്കെ സ്വീകരിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പം എല്ലാവരും കാണുക. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ വലിയൊരു ട്രാജഡി ആക്കാതിരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ കഥ ഇങ്ങനെ നീണ്ടു പോവുകയാണല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞങ്ങളെപ്പോലെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്